വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ. ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ലൈഫ് അത്രയ്ക്ക് എളുപ്പമല്ല. കാരണം 4 വീഡിയോ റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാറിലിരുന്ന് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അവസാനം തിരിച്ച് വീട്ടിലേക്ക് കയറി ഞാൻ നേരെ ട്വിറ്റർ നോക്കുമ്പോഴത്തേക്കും ഡാരിയോ എസുഗോന്റെ സൈനിങ് ചെൽസി കൺഫേം ചെയ്തതായിട്ടുള്ള വാർത്ത ഞാൻ വായിക്കുന്നു. വീണ്ടും കാറിലേക്ക് അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ നോക്കിയത് ലൈവ് സ്ട്രീമിൽ എസുഗോനെ കുറിച്ച് ആദ്യം ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം എസുഗോനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്റെ മനസ്സിൽ വേറൊരു പ്ലെയർ ഉണ്ട്, അമഗോഗു. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കുറെ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പേരൊക്കെ ഓർത്ത് വെക്കാനാ? ആ വേഗയുടെ പേര് തന്നെ ഞാൻ ശരിയാക്കിയത് കുറെ നാൾക്ക് ശേഷമാണ്. ഇപ്പോഴും സംശയമുണ്ട് അത് റെനാറ്റോ വേഗ തന്നെയാണോ എന്നുള്ളത്. എന്നിട്ട് അതിന് എസുഗോഗു, അമഗോഗുവിനെ നമ്മളിപ്പോ ലോണി വിടും സ്ട്രാസ്ബോർഗിലേക്ക്. കാരണം സാന്റോസ് നമ്മുടെ ടീമിലേക്ക് വന്നതിന് ശേഷം അമഗോഗുവിനെ അവിടെ റീപ്ലേസ്മെന്റ് ആയിട്ട് പോകുമ്പോഴാണ് അതിനിടയ്ക്കാണ് എസുഗോനെ നമ്മൾ സൈൻ ചെയ്ത പേര് അറിയണം. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അവിടെയാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ ആ സ്ട്രീമർ, ആ വ്യക്തി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൺഫ്യൂസ്ഡ് ആയി പോയതാണ്. ഐ എം സോറി. നൗ എസുഗോനെ സൈൻ ചെയ്തു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഹി ഈസ് പാർട്ട് ഓഫ് ദ വേൾഡ് കപ്പ് സ്ക്വാഡ്. ഡാം മാൻ, വാവ്. ആൻഡ് ഹിയർ ഇസ് എ കോമഡി തിങ്. എന്റെ വേൾഡ് കപ്പ് പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പോകുന്നത്. കാരണം ആ വീഡിയോ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. കൺഫ്യൂസ് ആക്കാനല്ല, അതില് ഞാൻ എസുഗോനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആർ ഡെപ്ത് ഇൻ മിഡ്ഫീൽഡ് ഇസ് ക്രേസി. ലാവിയ, കൈസെഡോ, എസുഗോ, സാന്റോസ്, എൻസോ, 5 മിഡ്ഫീൽഡേഴ്സ്. ഡാം മാൻ, വി ആർ സോർട്ടഡ്. ആൻഡ് സാന്റോസ് ഈ പറയുന്ന പോലെ എൻസോന് കവറായിട്ട് കളിക്കാൻ പറ്റും. ഹി ക്യാൻ ഓൾസോ പ്ലേ കവർ ഓഫ് ലാവിയ. എസുഗോ ഇസ് എ പ്രോപ്പർ അണ്ടർ സ്റ്റഡി ഓഫ് കൈസെഡോ. കാരണം എസുഗോനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇതിനാണ്, അവന്റെ ഡിഫൻസീവ് ടാക്സ് ഇതിന് വേണ്ടിയിട്ടാണ്. ഹി ഈസ് ഗുഡ്. പക്ഷെ സ്വാഭാവികമായിട്ട് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അതിന്റെ അഡാപ്റ്റബിലിറ്റിയും കാര്യങ്ങൾക്കും ഒക്കെ സമയം വേണ്ടി വരുമെങ്കിൽ തന്നെയും താങ്ക്ഫുള്ളി നമുക്ക് കൈസെഡോ അവിടെ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവന് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഹി ക്യാൻ ഈസിലി പറയുന്ന പോലെ ഈസ് ഇൻ ടു ദ ടീം. പക്ഷെ അവനൊരു ഡിഫൻസീവ് മോൺസ്റ്റർ ആണ്. അവന് ടാക്കിൾസ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോൺസ്റ്റർ ആണ്. ശരിക്കും പക്ക നമുക്ക് കൈസെഡോന് റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, FA കപ്പ്, കാർബാവ് കപ്പ് ഒക്കെ കളിക്കാൻ പറ്റിയ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇവനാണ് എസുഗോണ് നമുക്ക് വേണ്ടത്. കാരണം ആ ഒരു പറയുന്ന പോലെ പേസും റിക്കവറി പേസും ടാക്കിൾസും ഉള്ള ഒരു വേറൊരു പ്ലെയർ ഇല്ല. കാരണം സാന്റോസ് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല, ലാവിയ ഒരു പ്ലെയർ അല്ല. അപ്പൊ ലാവിയ, സാന്റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. എസുഗോ, കൈസെഡോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. എൻസോ ഫെർണാണ്ടസിന്റെ കൈൻഡ് ഓഫ് പ്രൊഫൈൽ ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഒരു ഡിഫറെന്റ് ബ്രീഡ് ഓഫ് മിഡ്ഫീൽഡർ ആണ്. അവനൊരു ഗുണ്ടോവൻ സ്റ്റൈൽ പ്ലെയർ ആയിട്ട് മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറസ്ക. മൊറീനിയോ എന്നൊക്കെ വരുന്നത്. മൊറീനിയോ നോട്ട് എ ബാഡ് വൈബ്. എനിവേ, മറസ്ക കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എസുഗോന്റെ അഡീഷൻ ഈസ് ഫാന്റാസ്റ്റിക്. അപ്പൊ ലെസ്ലി ഒഗോചുക്കു എന്തിനു ചോദിക്കും. ലെസ്ലി ഒഗോചുക്കു അൺഫോർച്ചുനേറ്റ്ലി അവനെ നമ്മൾ വിൽക്കാനായിട്ടുള്ള സാധ്യത ഏറെക്കുറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് ഒഗോചുക്കു. എന്തുകൊണ്ട് അവനെ നമ്മൾ റീറ്റെയിൻ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ട്. സംതിങ് മേ ബി നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് എന്തോ അവര് കണ്ടത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, അവർക്ക് ഒരു തൃപ്തിപ്പെടാത്തത് കൊണ്ടോ ആവാം. ഞാൻ അതിലേക്ക് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ബാക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റിസൾട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുമ്പോൾ അവരുടെ തീരുമാനങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. റിസൾട്ടും വന്നില്ല, ഇങ്ങനത്തെ തീരുമാനങ്ങളാണെങ്കിലും മനുഷ്യൻ കലിപ്പായപ്പാണ്. പക്ഷെ റിസൾട്ട് വന്ന് തുടങ്ങിയത് കൊണ്ട് മേ ബി ഐ എം ലൈക്ക് ഓക്കെ ബ്രോ, ചിൽ. ഉഗോചുക്കു മേ ബി കൊളാട്രൽ ഡാമേജ്, കാർണെ ചുക്കുവമേക്ക കൊളാട്രൽ ഡാമേജ്, വിഷമമുണ്ട്. പക്ഷെ ക്ലബിന്റെ ബെനിഫിറ്റാണെന്നുണ്ടെങ്കിൽ വൈ നോട്ട്. സോ തിരിച്ചു വരുമ്പോഴത്തേക്കും എസുഗോ വേൾഡ് കപ്പ് സ്ക്വാഡ് എഡീഷൻ ഉടനടി തന്നെ ടീമിൽ കളിക്കണമെന്നില്ല. ഒരുപാട് മത്സരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്കൊരു മിഡ്ഫീൽഡിൽ ഒരു ഡെപ്തായി വി ഹാവ് സാന്റോസ്, വി ഹാവ് ലാവിയ. ആൻഡ് ഇൻഫാക്ട് ഈ ലാവിയയുടെ എന്തെങ്കിലും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ വേറൊരാളെ ഡെപ്യൂട്ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്യൂട്ടൈസ് ചെയ്യാം. സോ ഓൾ ഇൻ ഓൾ എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് എഡീഷൻ. ഓൾറെഡി നമ്മൾ നേരത്തെ സൈൻ ചെയ്തതാണ്. പക്ഷെ ഇത് വേൾഡ് കപ്പിന് മുന്നേ ഇത് അനൗൺസ് ചെയ്യുന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടാണുള്ളത്. ബട്ട് ദാറ്റ്സ് എ ഗുഡ് എഡീഷൻ. ആസ് യൂഷ്വൽ മിഡ്ഫീൽഡ് ഡെപ്തിന്റെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും പറയാം. ഡു യു തിങ്ക് വി ഹാവ് ഇനഫ് മിഡ്ഫീൽഡ് പ്ലേയേഴ്സ്? ലെസ്ലി ഒഗോചുക്കുവിനെ വിൽക്കാൻ പോകുന്നതിനുള്ള ഒരു തീരുമാനത്തെ കുറിച്ച് എന്താണ്? സാന്റോസ് എവിടെ കളിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്? കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.